ഹായ് ഫ്രണ്ട്സ്, അച്ചുഗ്യാങ്ങിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മീൻകറിയാണ്. നല്ല കോട്ടയം പാലാ സ്റ്റൈലിലുള്ള മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. മൺചട്ടി എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കടുകും അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂൺ ഉലുവയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഉലുവയും കൂടി പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2-3 പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 4 സ്പൂണോളം ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിക്കാം. ആ എണ്ണയിൽ കിടന്ന് എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് മസാലയുടെ പച്ചമണമെല്ലാം മാറിയ ശേഷം നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് മീൻ വേവാനുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീൻ ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഈ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ ആവശ്യമുള്ള പുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിള വരുമ്പോഴേക്കും നമുക്ക് ആ മീനെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച് പറ്റിച്ച് എണ്ണ തെളിയണ വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് മീൻ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്